അവനാത്മാവെ അഗ്നിനാളമായി അഭിഷേകാഗ്നിയായി എഴുന്നള്ളുക. വരിക, വാഴുക. ആത്മാവിൻ മാധുര്യമേ, വെളിവിൻ കതിരേ, ആത്മാവിൻ തണുപ്പേ, വസിക്ക. ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ, യേശയ്യ 46:4 ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു, നിങ്ങളെ ഞാൻ വഹിക്കും, എൻ്റെ ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും. ചില കുടുംബങ്ങളിൽ മാതാപിതാക്കൾ പ്രായമേറി വൃദ്ധരായി രോഗികളായി എന്ന് കാണുമ്പോൾ മകൻ്റെ ഭാര്യ അല്ലെങ്കിൽ പേരക്കുട്ടികൾ ഈ വൃദ്ധനെ, ഈ രോഗിയെ ശല്യമായി കണ്ട് എങ്ങനെയെങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളുണ്ട്. വൃദ്ധമന്ദിരങ്ങൾ ഹൈടെക് ലെവലിൽ കേരളത്തിൽ ഇങ്ങനെ അമ്പരചുംബികളായി നിർമ്മാണത്തിലാണ്. വരട്ടെ. യൂറോപ്യൻ പാശ്ചാത്യ നാടുകളിലൊക്കെ വൃദ്ധമന്ദിരങ്ങൾക്കുള്ള സ്ഥാനം കേരളത്തിലും വന്നു തുടങ്ങി. ഭാരമായി തോന്നുന്ന ഒരു ശൈലിയിൽ ഒരാളെ നോക്കുക. എനിക്ക് നിന്നെ കൊണ്ട് മടുത്തു, എനിക്ക് നിന്നെ വേണ്ട, നിന്നെ എനിക്കിനി വഹിക്കാൻ വയ്യ, ഞാൻ എങ്ങനെയെങ്കിലും നിന്നെ ഒഴിവാക്കും. ഇതൊക്കെ ചില ആളുകളിലെ നിഷേധ ശൈലികൾ പ്രൗഢമായി വന്നുകൊണ്ടിരിക്കുക. അവിടെയാണ് ആശ്വാസപ്രദമായ, ഉള്ളിൽ കുളിര് നൽകുന്ന ഈ വചനം. ഞാനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, ഞാൻ നിങ്ങളെ വഹിക്കും. അത് ഏത് സാഹചര്യത്തിലും നിന്നെ ഞാൻ വഹിക്കും. വ്രണമുള്ളവനും അഴുക്കുള്ളവനും ദുർഗന്ധമുള്ളവനുമായി വന്ന ധൂർത്തപുത്രനെ മാറോടടച്ച് ചുംബിച്ച ആ പിതൃവാത്സല്യം, പിതൃസ്നേഹം, കൊണ്ടുപോയി കുളിപ്പിച്ചു കൊണ്ടുപോവാ, പുതിയ വസ്ത്രങ്ങൾ അണിയിച്ചിട്ട് കൊണ്ടുപോവാ, എന്നിട്ട് ആലിംഗനം ചെയ്യാം, എന്നിട്ട് അവനെ കെട്ടിപ്പിടിക്കാം എന്നല്ല പറഞ്ഞു. അവൻ്റെ ദുർഗന്ധങ്ങളോടും ദുർഘടങ്ങളോടും ദുർസ്ഥിതിയിൽ നിറഞ്ഞു നിൽക്കുന്ന അവനെ അങ്ങനെ തന്നെ സ്വീകരിച്ച് വഹിച്ച് ആ പിതൃസ്നേഹം. ദൈവം കൈവിടില്ല. അവൻ നമ്മൾ തോളിൽ വഹിക്കുമെന്ന്, ചുമലിലേറ്റി നിന്റെ ദുർഘടങ്ങളിൽ നിന്ന്, ആപത്തുകളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന് നിന്നെ ഞാൻ ചുമലിലേറ്റി വഹിച്ചു കൊണ്ടുപോയി രക്ഷിക്കുമെന്ന് പറയുന്ന ആ പിതൃസഹജമായ വാത്സല്യം, രക്ഷിക്കാനുള്ള തീരാത്ത ഭാവം ദൈവം അങ്ങനെ നമ്മളോട് പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ നമ്മളും അതിന് തന്നെ തയ്യാറാവണം. ഹല്ലേലൂയ, ആവേ മരിയ, ആമേൻ.